മസ്ജിദുൽ അരീഷിലാണുള്ളത്. ഉസ്താദ് വിശദീകരിക്കും. അള്ളാഹു നമ്മളും കണ്ടതൊക്കെ അള്ളാഹു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ അരീബയുടെ സംഘം ഇപ്പോൾ ബദറിന്റെ ചരിത്ര ഭൂമികയിലാണുള്ളത്. ബഹുമാനപ്പെട്ട മൊമാലി ഉസ്താദ്, തർക്കവി ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട അമ്മദ്ക്ക പോലെയുള്ള യാസ്ക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ യാത്രികരെല്ലാവരും, ഹാജിമാരെല്ലാവരും, ഹജ്ജുമ്മമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. മസ്ജിദുൽ അരീസ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിയാണ്. ഈ പള്ളി ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഘം മദീനയിൽ നിന്ന് 313 സഹാബത്ത്, എന്തിനും തയ്യാറായ സഹാബത്ത് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യാതെ ഈ ബസ് നിർത്തിയ ഭാഗം. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് നല്ല ഗ്രിപ്പുള്ള സ്ഥലമായിരുന്നു. എന്ന് പറഞ്ഞാല് ശത്രുക്കൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ആ മലയുടെ താഴ്വാരത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നു. ആഴ്ചകളോളം അവർ ഒട്ടകത്തിനെ ഒക്കെ അറുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് ആവേശം പകരാൻ വേണ്ടി സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ ഇബ്ലീസ് വരുന്നു. അങ്ങനെയൊക്കുമ്പോ മുസ്ലിമീങ്ങൾ നോമ്പുകാരാണ്, അവര് പട്ടിണി പാവങ്ങളാണ്, വെറും പച്ചവെള്ളം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നിട്ട് നമ്മുടെ ഒരു ഹൈമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല ഒരു കസേരയും നല്ല കട്ടിലൊക്കെ കൊണ്ടുവന്ന് നബിയെ കിടത്താം, നബിക്ക് സുഖിപ്പിച്ചിരുത്താം എന്ന് കരുതിയ സഹാബാക്കളോട് റസൂലുള്ള പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെപ്പോലെ ബദറിന്റെ പോർക്കളത്തിലേക്ക് യുദ്ധത്തിന് ഒന്നാമനായിട്ട് ഇറങ്ങാനുള്ള ആളാണ്. ഇപ്പൊ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാ? സയ്യിദുനാ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ പറഞ്ഞ സ്ഥലമാണ് ഇതിവിടെ. അവിടെ സഹാബത്ത് റമദാൻ 16 സമയത്ത് നോമ്പ് നോറ്റ് അവരിവിടെ എത്തി. അങ്ങനെ ഹൈമ കെട്ടി അവർക്ക് റസൂലുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. എന്താ നിർദ്ദേശം? മുസ്ലിമീങ്ങളായ നമ്മള് നാളെ ഇതാ ഹക്കും ബാത്തിലും നടക്കാൻ പോകും. അതുകൊണ്ട് നമ്മളെ മുമ്പിലുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ കുറെ ആയുധോ വാളോ കുതിരയോ ഒട്ടകോ ഒന്നും നമ്മളെ കയ്യിലില്ല. നമ്മൾ ആയുധരല്ല, സർവായുധ വിഭൂഷിതരായി മറുവശത്ത് ഒരു പറ്റം ആളുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ ഒരു ആയുധമില്ല, നമ്മൾ നിരായുധരാണ്. പക്ഷെ നമ്മളെ കയ്യിലുള്ളത് ഒരൊറ്റ വജ്രായുധം മാത്രമാണ്, അത് പ്രാർത്ഥനയാണ്. ദുആഉ സിലാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ ആയുധം എന്ന് പറയുന്നത് ബങ്കർ ക്ലസ്റ്റർ ബോംബുകളല്ല, സ്കഡ് മിസൈലല്ല, അല്ലെങ്കിൽ അത്യാധുനിക സൗകര്യങ്ങൾ എന്ന് പലതും നമ്മൾ കാണും. അതൊന്നുമല്ല എന്ന് എക്കാലത്തും നമുക്ക് പാഠമായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി അന്ന് പഠിപ്പിച്ചത് ദുആഉ സിലാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ ആയുധം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് സഹാബത്തിന് പ്രാർത്ഥനയുടെ കോച്ചിങ് കൊടുത്തുകൊണ്ട് നബി അങ്ങോട്ട് പോയി. സഹാബത്ത് ആ കണ്ട കാഴ്ചയില് അവർ ഉറങ്ങിപ്പോയി. അവർക്ക് ഒരൊറ്റ തവക്കുലുള്ളത് അള്ളാഹുവിലേക്ക് മുത്തുനബി വരമേൽപ്പിച്ചിട്ടുണ്ട്. ആ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അവർക്കൊന്നും പേടിക്കാനില്ല, കാരണം മുത്തുനബി മുമ്പിലുണ്ട്. ആ മുത്തുനബിയെ കണ്ടുകൊണ്ടാണ് സഹാബത്ത് ഉറങ്ങിയത്. കാരണം ഉറങ്ങാനുള്ള കാരണം എന്താ? അത്രയും ക്ഷീണിതരാണ്. അവർക്ക് നോമ്പ് തുറക്കാൻ കിട്ടിയത് വെറും പച്ചവെള്ളം ഈത്തപ്പഴമാണ്, വേറൊന്നുമല്ല, പട്ടിണിയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ ഒരു മരച്ചുവട്ടിലേക്ക് വന്നിരുന്ന് നേരം വെളുക്കുന്നത് വരെ ബദറിന്റെ തലേ രാത്രിയിൽ സയ്യിദുനാ റസൂലുള്ളാഹ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലാണ് മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞ് പടച്ചവന്റെ സഹായത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അള്ളാഹു അറിയിക്കണ എന്താണ്? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം സുനിശ്ചിതമാണ്. പേടിക്കണ്ട നബിയെ. നേരം വെളുക്കുകയാണ്. നേരം വെളുക്കുമ്പോ ക്യാമ്പിൽ നിന്ന് റസൂൽ ബഹുമാനപ്പെട്ട സഹാബത്ത് ക്യാമ്പിൽ നിന്ന് ഉണർന്നു. സിദ്ദീഖുൽ അക്ബർ നബിയെ അന്വേഷിച്ച് ആ രാത്രി തന്നെ വന്നു നോക്കുമ്പോ നബി തങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലാണ്. ബദറിന്റെ തലേ രാത്രിയിൽ പ്രാർത്ഥന നടത്തിയ സയ്യിദുനാ റസൂലുള്ളാഹി. പടച്ചവനെ റബ്ബേ, നാളെ ഇതാ ഈ ഭൂമിയിൽ ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോവാൻ, ഈമാനും കുഫറും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോവാൻ, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ പോവാൻ. അല്ലാഹുവേ, ഇവിടെ മുസ്ലിമീങ്ങൾ
പരാജയപ്പെടാൻ പാടില്ല. പരാജയപ്പെട്ടാൽ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ, നിന്നെ നമിക്കാൻ, നിന്നെ സ്തുതിക്കാൻ ഒരു കുട്ടിയും ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് കരഞ്ഞു വിളിച്ച് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി കാണുന്ന മസ്ജിദുൽ അരീസ് ഉള്ളത്. അവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ബദർ യുദ്ധത്തിൽ വമ്പിച്ച വിജയം. നേരം വെളുക്കുമ്പോതാ ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു ഹൗദ് കാണാം. ബുദ്ധ ചരിത്ര ഭൂമിയാണ് ഈ കാണുന്നത്. ഇവിടെ നേരത്തെ തന്നെ ഈ കാണുന്നതാ ഈ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ഈ ഹൗദിന്റെ കരയിലാണ് കാവൽ നിൽക്കുന്നത്. ഇതാ പ്രതീകാത്മകമായ അന്നത്തെ ഒരു ഹൗദിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തില് ഇവിടെ ഒരു ഹൗദ് ഇവിടെതാ ഒരു ഓർമ്മക്ക് വേണ്ടി നിലനിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ആയിരുന്നു ആ ഹൗദ്. മുസ്ലിമീങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ വെള്ളത്തിന്റെ ടാങ്ക് അഥവാ ഈ ഹൗദ് സംഭരിക്കുന്നു, സജ്ജീകരിക്കുന്നു. ബദർ ഇബ്നു ഹാരിസിന്റെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ബദർ എന്ന് പറയുന്നത്. ഈ ബദറിന്റെ പേര് ബദർ ഇബ്നു ഹാരിസിന്റെ പേരാണ്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ആ യുദ്ധം അംഗം വെട്ടുന്നത് എന്നാണ് റമദാൻ 17. അന്നും സഹാബത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്. ആകെ ബദരീങ്ങൾ നോമ്പത്രേ 17. ആരെന്നെ നോക്കി പേടിപ്പിക്കണ്ട, നമ്മളൊക്കെ എത്ര നോമ്പ്, എത്ര റമദാനുകളെ വരവേറ്റിട്ടുണ്ട്. എന്നാൽ ബദരീങ്ങൾ കേവലം 17 നോമ്പ് പറ്റൂല. അവര് ഖുർആൻ മുഴുവൻ ഹത്ത് ഓതിയിട്ടില്ല. നമ്മളൊക്കെ എത്ര ഹത്ത് ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ സ്ഥാനം എത്രയാ? റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു തആല പൊരുത്തപ്പെട്ടവരാണ്. അള്ളാഹുവിന് അവരും പൊരുത്തപ്പെട്ടു, അള്ളാഹു അവരെയും പൊരുത്തപ്പെട്ടു. അവരാണ് ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറയുന്ന ആളുകൾ. അപ്പം ചുരുക്കി പറയാണ്, ആ ബദറിന്റെ പോർക്കളത്തിൽ റമദാൻ 17 ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബിയുടെ സ്വഹാബത്തിന് നബി സഫ് നിർത്തുകയാണ്. അതിലൊക്കെ വലിയ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉക്കാശ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉക്കാശത്ത് ബിൻ മിസ്അർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നേരാക്കുമ്പോ വടി അദ്ദേഹത്തിന്റെ നബിയോട് കിസാസിന് വന്ന ചരിത്രമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ? മഹബ്ബത്ത് റസൂലില്ലാ. ആ വടി ചോദിക്കാനുള്ള കാരണം നബിനെ തല്ലാനാണോ? അല്ല. ബദർ യുദ്ധത്തിൽ ഇങ്ങനെ നേരാക്കുമ്പോ വള്ളക്ക് കുത്തിട്ടിന്നാ പറഞ്ഞത്. അത് നേരാക്കാൻ വടി കൊണ്ടതാ. ആ വടിയാ ചോദിക്കണത്, നബിയെ അങ്ങേ അടിക്കണം, പ്രതികാരം ചോദിക്കണം. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ വെച്ചുകൊണ്ട് ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോ ബഹുമാനപ്പെട്ട നബിയുടെ സഹാബത്ത് ഇങ്ങനെ സഫിൽ ഇങ്ങനെ നിൽക്കുക. അപ്പുറത്തുനിന്ന് വലിയ വീരവാദം മുഴക്കിയിട്ട് ശത്രുക്കളെ നേതാവ് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അയാൾക്ക് ആവേശം കൊടുക്കുന്നത് ആരാ? ഇബ്ലീസ്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ ഇബ്ലീസ് വന്ന് ആവേശം കൊടുക്കുകയാണ്. അങ്ങനെ അബൂജഹലി അന്ന് ഈ മുസ്ലിമീങ്ങൾക്ക് ഹൗദുണ്ട്, മുസ്ലിങ്ങളെ ഭാഗത്ത് ജലസംഭരണിയുണ്ട്, സുഭിക്ഷമായ വെള്ളമുണ്ട്. അന്ന് തലേരാത്രിയിൽ ഒരു മഴ പെയ്തിട്ട് പോലും അത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാണ്, ശത്രുക്കൾക്ക് അത് പ്രതികൂലമാണ്. അവരെ കാലുകൾ ഇടറി. കാരണം മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്ത ഈ ഭാഗം നല്ല ഭാഗമാണ്. അവരുടെ ഭാഗം മഴ പെയ്താൽ അപ്പോത്തിന് കാല് മണ്ണിന്റെ അടിയിൽ എന്താവും? പൂണ്ടുപോണ, അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ ആ ചരിത്രത്തിൽ പറയുന്നത്, ബദർ യുദ്ധത്തിൽ സഫ് കെട്ടി നിൽക്കുമ്പോഴാണ് അബൂജഹൽ വീരവാദമാക്കിയിട്ട് വരുന്നത്. മുസ്ലിമീങ്ങളെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആരാളുള്ളത്? ഒരൊറ്റ ചോദ്യ, അയാൾക്ക് എന്താ വേണ്ടി നമ്മൾ കൊടുക്കാൻ? അപ്പൊ അസ്വദ് മുന്നോട്ട് വന്നോണ്ട് പറഞ്ഞു, ഞാന് മുസ്ലിങ്ങളെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഹൗദുങ്കര കാവൽ നിൽക്കുന്ന ആരാ? ചില്ലറക്കാരനൊന്നുമല്ല, ഏതെങ്കിലും ഒരു വായകൈയുള്ള ആളല്ല അവിടെ ഹൗദുങ്കരയിൽ കാവൽ നിൽക്കുന്ന. വമ്പുറ്റ ഹംസാറലി അല്ലാ ചാടി, അല്ലെ? ആ മഹാനായ ഹംസത്തുൽ കറാർ വബി ഹംസത്തിൽ കറാർ യമ്മിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദായി. ശുഹദാക്കളെ നേതാവ് സയ്യിദുന ഹംസത്തുൽ കറാർ, ധീരനായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ ഒരൊറ്റ ചാട്ട അവിടുന്ന്. ആരാ വരുന്നത്? വെള്ളം കുടിക്കാനും ഹൗദ് പൊളിക്കാനും വരുന്നത് ആരാ? അസ്വദ് വരുമ്പോ ആരടാ മുസൽമാന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ ഞാനാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അസ്വദ് വന്നതേ അറിഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ കൊടുത്തു ഒരു വെട്ട്. അസ്വദ് വീണു. വീണ്ടും അസ്വദ് എണീറ്റിട്ട് ഇങ്ങനെ ഹംസ റളിയല്ലാഹുവിനോട് ഏറ്റുമുട്ടാൻ വരുമ്പോ അവർ തമ്മിൽ അതിശക്തമായ പോരാട്ടം. അന്തരീക്ഷത്തിൽ കരിയില പറക്കുന്നു, അതിശക്തമായ വാളുകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം. ആ പോരാട്ടത്തിൽ അസ്വദ് നെടുകെ പിളർന്നു. ഹൗദിന്റെ കരയിൽ 2 കഷ്ണമായി അസ്വദിനെ ഇട്ടു സയ്യിദുന ഹംസത്തുൽ കറാർ. ഇനി നടക്കാൻ പോണ എന്താ? ദ്വന്ദ്വ യുദ്ധമാണ്.
അവരൊരു നേതാവ് വീണതോടുകൂടെ പിന്നെ അവിടെ എന്താ നടക്കാൻ പോകുന്നത്? അബൂജഹലിനെ നോക്കി നിൽക്കുന്നു രണ്ട് യുവാക്കൾ, മുഅവ്വിദ് മുആദ്. ആ രണ്ടുപേർ ഓടിച്ചെന്നിട്ട് അബൂജഹലിന്റെ നീണ്ടു വലിഞ്ഞു നിൽക്കുന്ന താടിയിൽ പിടിച്ചിട്ട് അവനെ നിലത്തേക്കിട്ടു. അബൂജഹലിന്റെ തലയെടുക്കാൻ വേണ്ടി മൂർച്ചയേറിയ ഖഡ്ഗവുമായി സയ്യിദുന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് ഒരൊറ്റ ഇയാളെ തലയെടുത്തിട്ട് രണ്ട് ഭാഗം ഉടലും തലയും വേറെയാക്കിയിട്ട് എന്ത് ചെയ്തു? തല വലിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ട്. റസൂലുള്ള അവിടെ ഉണ്ട് മുൻനിരയിൽ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ അബൂജഹലിന്റെ തല എടുത്തിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരു തലക്ക് ഇതിലൂടെ പാന്തം കയറ്റിയിട്ട് ഇതിലൂടെ അങ്ങോട്ട് വലിച്ചു. അപ്പൊ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടെ നിന്ന് ചിരിക്കുന്നു. വലിയ സംഭവമൊക്കെയാണ് ആ സംഭവം. അപ്പൊ അതുകൊണ്ട് ബദറിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മൂർച്ചയേറിയ വാളിനിരയായ ആ അബൂജഹലിൻ പോലെയുള്ള ഉത്ബയെ പോലെയുള്ള ഷൈബയെ പോലെയുള്ള വലീദിനെ പോലെയുള്ള പ്രമുഖർ ഞെട്ടറ്റ് വീണ സ്ഥലമാണ്. വമ്പൻ സ്രാവുകൾ തകർന്നു വീണ സ്ഥലമാണ്. മുസ്ലിമീങ്ങളെ പക്ഷത്തിൽ നിന്ന് വെറും 14 പേര് മാത്രം ഷഹീദായി. ആ ശുഹദാക്കളെ പേര് അവിടെ ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ശുഹദാക്കളിൽ 13 പേരാണ് അവിടെ കിടക്കുന്നത്. ആ മഹാന്മാരായ ശുഹദാക്കൾ, രക്തസാക്ഷിയായ ഈ ചരിത്ര ഭൂമിയാണ് ഈ കാണുന്നത്. അങ്ങകലെ അപ്പുറത്ത് 70ഓളം ശത്രുക്കളെ കൊയിച്ചു മൂടിയ അവരെറിയപ്പെട്ട കിണർ, അഥവാ ശത്രുക്കളിൽ 70 ആളുകളാണ് ആ ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട് കൊല്ലപ്പെട്ടത്. അത്ര തന്നെ ആളുകളെ ബന്ധിസ്ഥരായി അറസ്റ്റ് ചെയ്തു. അവരെ കൊണ്ടുപോയി അടക്കം ചെയ്ത സ്ഥലമാണ്. അവിടെ പോയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അടക്കം ചെയ്ത ആ കുഴിച്ചു മൂടപ്പെട്ട ശത്രുവ്യൂഹത്തിനോട് സംസാരിച്ചതൊക്കെ ഹദീസു ഷരീഫ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ കൃത്യമായി ബദറിന്റെ ചരിത്രം നമുക്ക് തരുന്ന പാഠം, ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടത്തിൽ, ഈമാനും കുഫറും തമ്മിലുള്ള പോരാട്ടത്തിൽ ആ തൗഹീദിന്റെ ജ്വലിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈമാനിന്റെ വിജയം, അതാണ് ബദറിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. ആ ബദരീങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എക്കാലത്തും പറയുന്നത് ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അവർ നമുക്ക് മാതൃകാ പുരുഷരാണ്. അവരെ ഏത് കൊടുങ്കാറ്റ് പോലെ വന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല. ഈമാൻ എന്ന ഒരു ആയുധം, പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം, അത് നമ്മൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ എന്നതാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. ഇൻഷാ അല്ലാഹ് ആ ബദരീങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചരിത്ര ഭൂമി ഒന്ന് നടന്നെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണതാ. ഇവിടെ കാണുന്നത് ഹൗദാണ്, ഈ കാണുന്നതാണ് ഹൗദ്. കുറച്ചപ്പുറത്ത്